ഇത് അച്ഛന്റെ ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷനാ. ഈ ഇൻവിറ്റേഷനാണ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കാണാൻ പോകുന്നത്. എടാ, ആന്റി അറിയുമ്പോ വലിയ കോലാഹലം തന്നെ ഉണ്ടാവും. എന്തിനാ കോലാഹലം? നന്ദിനിയുടെ പേരില്ലാത്ത ഇൻവിറ്റേഷൻ അവർ കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നിശബ്ദമായിട്ടിരുന്നു. എന്തുകൊണ്ടാ? എൻ്റെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. എടാ, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗത്തിന്റെ പേര് അമ്മ മറന്നുപോയി. ഞാനത് ചേർത്തു, അത്രേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ട് നീ ഇത് പറയുന്നേ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ ക്ഷണക്കത്തിലെ നന്ദിനിയുടെ പേര് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ആന്റി ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നതെന്നാ. എടാ, അങ്ങനെയാണെങ്കിൽ അപ്പോഴല്ലടാ തിരിച്ചടിക്കണ്ടേ? എടാ, അല്ലെങ്കിൽ എന്നെ എന്തിനു കൊള്ളാം? നന്ദിനിയുടെ പേര് വെച്ച ക്ഷണക്കത്ത് അമ്മ തന്നെ നാട് മുഴുവൻ കൊണ്ട് കൊടുക്കട്ടെ. എന്നിട്ട് അവരിൽ ആരെങ്കിലും നന്ദിനിയുടെ വിശേഷം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൂടി പത്മാ മേഡം പറയട്ടാ. എടാ, നിന്റെ വാശി എനിക്കറിയാം. ജയിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യും. പക്ഷേ ഇതിനിടയിൽ ബലിയാടാവുന്നത് നന്ദിനിയാ. അത് നീ മറക്കാതിരുന്നാ മതി. എടാ, ഇതിപ്പോ അവരെല്ലാരും കൂടെ ചേർന്ന് എന്താണ് പറഞ്ഞുണ്ടാക്കുക? നന്ദിനിയുടെ പേരില്ലാത്തോണ്ട് നന്ദിനി നിന്നോട് ബഹളം വെച്ചു, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എടാ വിവേക, നീ പറഞ്ഞൊക്കെ ശരിയാ. നന്ദിനിയെ കുറിച്ച് അങ്ങനെ ചില ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നുണ്ട്. പക്ഷേ അത് പറയുന്ന അവർക്ക് പോലും അറിയാം നന്ദിനി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന്. എടാ, അത്രയ്ക്കൊക്കെ അയാളുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? നന്ദിനിയുടെ സ്വഭാവം മനസ്സിലാക്കുന്നവരായിരുന്നു അവരെങ്കിൽ എത്രയോ മുൻപ് തന്നെ നന്ദിനിയോടുള്ള ആറ്റിറ്റ്യൂഡ് അവർ മാറ്റിയേനെ. എടാ, ആരും ഒന്നും തിരുത്തണ്ട. അവര് നന്ദിനിയെ തീർത്തോട്ടെ, എത്ര വേണമെങ്കിലും തീർത്തോട്ടെ. പക്ഷേ അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രം മതി, മനസ്സിലായ? ആ പിന്നെ നീയും ആരതിയും കൃത്യസമയത്ത് തന്നെ എത്തിക്കണം, ഉഴപ്പിക്കളയരുത്. എടാ, അത് വേണോ? എന്റെ ആരതിയുടെ വരവ് പത്മാന്റിക്കോ മറ്റുള്ളവർക്കോ ഇഷ്ടാവില്ല. എടാ, എനിക്കിഷ്ടാവും, നന്ദിനിക്കും ഇഷ്ടാവും, അച്ഛനും ഇഷ്ടാവും. അതീ കൂടുതൽ നീ ആരെയാ നോക്കുന്നേ? നീ വന്നേ പറ്റൂ കേട്ടാ. ആരതി നിർബന്ധമായും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം, മനസ്സിലായ? ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ ഇതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു. എടാ, അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും വെച്ച് നീ വരണ്ട. കുഴപ്പങ്ങൾ ഉണ്ടാവും, അത് ഞാൻ പരിഹരിക്കുകയും ചെയ്യും. അതൊക്കെ കാണാനുള്ള കണ്ണോടെ വന്നാൽ മതി നീ, മനസ്സിലായ? വിവേക്, ഞാൻ കാണിച്ചൊരു ദുർവാശി കാരണമാണ് അയാൾ നമ്മുടെ കുടുംബത്തിലെത്തിയത്. അയാളുടെ സമ്മതം ചോദിക്കാതെ ഞാൻ കാണിച്ച ദുർവാശി. ഞാൻ എൻ്റെ ജീവിതം തിരുത്താൻ തുടങ്ങിയത് അതിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അയാളോടാണ്. അയാള് ആ കുടുംബത്തിലെ ആരുമല്ലെന്ന് പറയുന്തോറും നന്ദിനി ആ കുടുംബത്തിലെ എല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര തവണ ഫോൺ വിളിച്ചു, ഈ മമ്മി ഇത് ഫോൺ എടുക്കാത്തെ? മമ്മി ചിലപ്പോഴേ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കായിരിക്കും. ഫോൺ ചിലപ്പോ കാറിനകത്തോ മറ്റോ ആയിരിക്കും. കയ്യിലിരിക്കുന്ന ഇൻവിറ്റേഷൻ ഏതാണെന്നെങ്കിലും ആന്റിക്കൊന്ന് നോക്കിക്കൂടെ? അതെങ്ങനെയാ വിജയ്? ഇങ്ങനൊരു ചതി നടക്കുമെന്ന് ആരെങ്കിലും കരുതുവോ? കരുതണ്ടേ? ഇങ്ങനെ ഒരു മോനെ പെറ്റുവച്ചിരിക്കുമ്പോ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്ന് കരുതണ്ടേ? ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. മമ്മി കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും മമ്മി ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. ചേച്ചി, നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ? എടി,
പുറത്തിറങ്ങാം, വേണമെങ്കിൽ അന്വേഷിക്കാം. പക്ഷെ കണ്ടുപിടിക്കുന്ന ഒരു ഉറപ്പുമില്ലല്ലോ. ആന്റിയുടെ ഫ്രണ്ട്സൊക്കെ എവിടെയാ എന്തെന്നൊക്കെ ആർക്കറിയാം? ആന്റി ഇനി വിളിക്കുമ്പോ വിളിക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാന്ന എന്റെ അഭിപ്രായം. എന്റെ വിജയേട്ടാ, എല്ലാരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. ഇവളെന്തിനാ അപ്പൊ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കും? എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ വെറുതെ വിടില്ല. ആ പറയടാ, എന്താ? എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നേ? മമ്മി, ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നു. മമ്മി ഇതെവിടെയാ? ഞാൻ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ഇറങ്ങിയതല്ലേ, ഒരുവിധം കുറെയൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരെയൊക്കെ ഫോണിൽ വിളിച്ചാൽ മതി. മമ്മി എല്ലാരും നേരിട്ട് വിളിക്കായിരുന്നോ, അതോ എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തോ? ഇൻവിറ്റേഷൻ കയ്യിലുണ്ടായിട്ട് എന്തിനാ കൊടുക്കാതിരിക്കുന്നേ? എന്റെ കുടുംബത്തില് അങ്ങനെ ഒരു വേലക്കാരിക്ക് സ്ഥാനമില്ലെന്ന് വ്യക്തമായിട്ട് ഞാൻ ഇൻവിറ്റേഷനിൽ എഴുതി വെച്ചിരിക്കല്ലേ. എടി, അത് മറ്റുള്ളവര് കാണട്ടെ. മമ്മി മമ്മി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. മമ്മി പ്രിന്റ് ചെയ്ത ഇൻവിറ്റേഷൻ അല്ല ഇപ്പൊ മമ്മിയുടെ കയ്യിൽ ഇരിക്കുന്ന. എന്ത്? എന്താ? മമ്മി ആ ഇൻവിറ്റേഷൻ ഒന്ന് എടുത്ത് നോക്ക്. മമ്മി.